ഭാരതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത മതനിരപേക്ഷതയാണ്. വ്യത്യസ്തങ്ങളായ ഒട്ടനവധി മതങ്ങളിലും ജാതികളിലും ഉൾപ്പെട്ട മനുഷ്യർക്ക് ഒരുമയോടെ തുല്യതയോടെ ജീവിക്കാൻ പറ്റുന്ന രാഷ്ട്രമാണ് നമ്മുടേത്. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാർ ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നാം കഴിഞ്ഞ ദിവസം അസമിൽ നിന്നും കേട്ടത്. അസമിൽ ഇനി മുതൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ തമ്മിൽ ഭൂമി കൈമാറ്റം നടത്തുന്നതിന് പ്രത്യേക അനുമതി സർക്കാർ നിർബന്ധമാക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കേരളത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ നിയന്ത്രണത്തെ ന്യായീകരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം NGOകൾ അസമിൽ ഭൂമി വാങ്ങുന്നുവെന്നും അത് ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമായേക്കാവുന്ന പരിപാടികൾ നടത്തുന്നെന്നും കാണുന്നുണ്ട്. അസമിലെ NGOകൾക്ക് ഒരു നടപടിക്രമവും ആവശ്യമില്ല. പക്ഷേ പുറത്തു നിന്നുള്ളവർ വിദ്യാഭ്യാസ സ്ഥാപനം, നഴ്സിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് എന്നിവ സ്ഥാപിക്കാൻ ഭൂമി വാങ്ങുന്നുണ്ടെങ്കിലും ഇതേ നടപടിക്രമം പാലിക്കണം. ഈ വിഷയത്തിൽ അസം മുഖ്യമന്ത്രി നൽകിയ വിശദീകരണമാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അസമിൽ ഭൂമി വാങ്ങി ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമായേക്കാവുന്ന എന്തു പരിപാടികളാണ് നടത്തുന്നത് എന്ന് അസം മുഖ്യമന്ത്രി വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ അന്യ സംസ്ഥാനത്തു നിന്നുള്ള NGOകൾ അസമിൽ നടത്തിയ രാജ്യ സുരക്ഷയ്ക്ക് ഹാനികരമായേക്കാവുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളുടെ പേരിൽ അവർക്കെതിരെ അസം സർക്കാർ കേസ് എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി അതിന്റെ FIR പുറത്തുവിടണം. മനുഷ്യരെ പരസ്പരം വേർതിരിക്കുന്ന നിയന്ത്രണങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്നു എന്നത് മാത്രമല്ല, കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ നേർക്ക് വിഷം തുപ്പുക കൂടിയാണ് അസം സർക്കാർ ചെയ്യുന്നത്. ഇത്തരത്തിൽ മനുഷ്യരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഉത്തരവുകളും നിയമങ്ങളും വഴി BJP ഈ രാജ്യത്തെ മനുഷ്യരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുകയാണ്. ഇതര മതത്തിൽപ്പെട്ടവർ തമ്മിൽ ഭൂമിയുടെ ക്രയവിക്രയം നടത്തുമ്പോൾ അതിനെന്തിനാണ് ഒരു പ്രത്യേക അനുമതി? ഭൂമി വിൽക്കുന്നതും വാങ്ങുന്നതും ഒരേ മതത്തിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ അവിടെ രാജ്യത്തിന് ഹാനികരമായേക്കാവുന്ന പ്രവർത്തികൾ നടക്കാൻ ഇടയില്ല എന്ന് അസം മുഖ്യമന്ത്രിക്ക് അത്രമേൽ ഉറപ്പുള്ളതുകൊണ്ടാണോ ഇത്തരത്തിൽ ഇതര മതസ്ഥർ ഭൂമി വാങ്ങുമ്പോൾ മാത്രം പ്രത്യേക അനുമതി വാങ്ങണമെന്ന് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്? കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രത്യേക മതക്കാർ ഭൂമി വാങ്ങുന്നത് കൊണ്ടുള്ള ഭീതിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പിന്നിൽ എന്ന് അസം പറയുമ്പോൾ ഈ നിയന്ത്രണത്തിന്റെ പിന്നിലെ രാഷ്ട്രീയം അവിടെ പ്രകടമാണ്. കേരളത്തിലെ ഈ പ്രത്യേക മതവിഭാഗക്കാർ എന്നതുകൊണ്ട് BJP വിരൽ ചൂണ്ടുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു സാധാരണ മനുഷ്യന് റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ ഈ രാജ്യത്തെ മനുഷ്യരെ വേർതിരിക്കുന്ന, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന രാഷ്ട്രീയമാണ് സംഘപരിവാർ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾക്കും വൈദികന്മാർക്കും നേരെ ഉണ്ടായ അതിക്രമങ്ങളുടെ വാർത്ത നമ്മൾ തന്നെ കണ്ടറിഞ്ഞതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഒഡീഷയിൽ വൈദികർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ബജ്രംഗ് ദൾ അക്രമകാരികൾ വൈദികർക്ക് നേരെ ആക്രോശിച്ചത് ഇവിടെ ഭരിക്കുന്നത് BJP ആണെന്നതാണ്. ഇത്തരത്തിൽ ഈ രാജ്യത്തുടനീളം BJP ന്യൂനപക്ഷ വേട്ട നടത്തുകയാണ്. അസം മുഖ്യമന്ത്രി ഭൂമി കൈമാറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഉത്തരവിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രത്യേക മതവിഭാഗം എന്ന് എടുത്തു പറയുന്നത് വെറുപ്പ് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റു എന്തിനു വേണ്ടിയാണ്? ഇനി അങ്ങനെ അല്ല മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതയാണ് എങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏത് NGO ആണ്, ഏത് മതസംഘടനയാണ് അസമിൽ ഭൂമി വാങ്ങിയ ശേഷം ഇത്തരമൊരു രാജ്യസുരക്ഷയ്ക്ക് ഹാനികരമായേക്കാവുന്ന പ്രവർത്തികൾ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം. അല്ലാത്ത പക്ഷം അസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മനുഷ്യരെ വേർതിരിക്കാനുള്ള നടപടികൾ എടുത്തു വരികയാണ് എന്ന് ഈ രാജ്യം വിശ്വസിക്കുന്നതിൽ ആരെയും തെറ്റു പറയാൻ കഴിയില്ല. അസമിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നത് ഇത് ആദ്യമായല്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വനഭൂമി, സർക്കാർ റവന്യൂ ഭൂമി, സംരക്ഷിത പ്രദേശങ്ങൾ തുടങ്ങിയവിടങ്ങളിൽ അനധികൃതമായി കുടിയേറി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സർക്കാർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ 4 ജില്ലകളിലായി 3300 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചു. ബുൾഡോസറുകൾ ഉപയോഗിച്ച് വീടുകൾ ഇടിച്ചു നിരത്തി അനധികൃതമായി കുടിയേറി എന്ന പേരിൽ സർക്കാർ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ചൊഴിപ്പിക്കുകയാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ഇതര മതസ്ഥർ തമ്മിലുള്ള ഭൂമി കൈമാറ്റത്തിനുമേൽ നിയന്ത്രണം കൊണ്ടുവന്നതിൽ അതിശക്തമായി സംഘപരിവാറിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇന്ത്യയുടെ ഭൂമി ചൈന കൊണ്ടുപോയതിൽ സംഘികൾക്ക് ഒരു സങ്കടവുമില്ല. ഭൂമി കൈമാറ്റത്തിലും മതം തിരയുന്ന ദുരവസ്ഥയിലെത്തി സംഘി ഭരിക്കുന്ന ഭാരതം എന്നായിരുന്നു അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ഇതെല്ലാം കാണുമ്പോൾ ഈ രാജ്യത്തെ ഭൂമിയിൽ പോലും സംഘപരിവാർ മതം ചികയുകയാണ് എന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യം എത്തിച്ചേർന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. അസം സർക്കാരിൽ നിന്നും മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകുന്നത് ഇത് ആദ്യമായല്ല. സംഘപരിവാറും BJPയും ഈ രാജ്യത്തുടനീളം മനുഷ്യരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുകയാണ്. ഒഡീഷയിലും ഛത്തീസ്ഗഡിലുമെല്ലാം നമ്മൾ കണ്ടത് BJPയുടെ ന്യൂനപക്ഷ വേട്ടയായിരുന്നു.
അസമിലെ ഈ നിയന്ത്രണങ്ങളും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന വിമർശനങ്ങൾ ഇതിനോടകം തന്നെ പരക്കെയുണ്ട്. BJPയുടെ യഥാർത്ഥ മുഖം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ്. കേരളത്തിൽ ന്യൂനപക്ഷ സ്നേഹം പറയുന്നവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് മലയാളി ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ചെന്ന് അവസാനിക്കുന്നത് വലിയ അപകടത്തിൽ തന്നെയായിരിക്കും.